നമസ്കാരം. സൈലൻസ് ദി നോയ്സ് ക്യാമ്പയിനിലേക്ക് ഏവർക്കും സ്വാഗതം. ശബ്ദമലിനീകരണം നിയമപ്രകാരം നിയന്ത്രിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടുകൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സൈലൻസ് ദി നോയ്സ് ക്യാമ്പയിൻ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വഴി വിവരാവകാശം കൊടുത്ത് നേടിയ കുറച്ച് രേഖകളുമായി ബന്ധപ്പെട്ട ഒരു ആശയവിനിമയമാണ് ഇവിടെ നടക്കുന്നത്. 2000 നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾ പ്രകാരം ചട്ടം 5(2) സൗണ്ട് എമിറ്റിംഗ് ഫയർ ക്രാക്കേഴ്സ് ഷാൽ നോട്ട് ബി ബസ്റ്റ് ഇൻ സൈലന്റ് സോൺ ഓഫ് ഡ്യൂറിംഗ് നൈറ്റ് ടൈം. രാത്രി നിർവചനത്തിൽപ്പെടുന്ന രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയോ സൈലന്റ് സോണുകളിലും പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നാണ് റൂൾ 5(2) പറയുന്നത്. അതുപോലെ കോൺസിക്വൻസിനകത്ത് 4 സൗണ്ട് എമിറ്റിംഗ് ഫയർ ക്രാക്കേഴ്സ് ഈ പറഞ്ഞ റൂൾ വയലേറ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയാം. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നിയമപരമായ ബുദ്ധിമുട്ട് എന്നാണ്. നിയമപരമായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നിയമ നടപടി സ്വീകരിക്കും എന്നുള്ള നിലയിലാണ്. നമുക്കത് വിശദമായി നോക്കാം. നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ റൂളിന്റെ വയലേഷനാണ് പടക്കം പൊട്ടിക്കുന്നത്. ഏത് സമയത്ത്? രാത്രി നിർവചനത്തിൽപ്പെടുന്ന രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ. കൂടാതെ സൈലന്റ് സോണായി നിർവചിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പൊട്ടിക്കുന്നത് നിയമപരമായി തെറ്റാണ്. ഏതൊക്കെയാണ് സൈലന്റ് സോൺ? 2000 നോയിസ് റൂള് പ്രകാരം ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോടതികൾ ഇവ സൈലന്റ് സോണിലാണ്. അത് കൂടാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള പുതിയ സൈലന്റ് സോണുകളായ ആരാധനാലയങ്ങൾ, പബ്ലിക് റോഡുകൾ, പബ്ലിക് ഓഫീസുകൾ, വനമേഖലകൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയും സൈലന്റ് സോണാണ്. ഇവയുടെ 100 മീറ്റർ ചുറ്റളവിൽ എക്സ്പ്ലോസീവ് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് എന്നാണ് നോയിസ് റൂൾ പറയുന്നത്. കൂടാതെ രാത്രി നിർവചനത്തിൽപ്പെടുന്ന നോയിസ് റൂളിൽ രാത്രി നിർവചിച്ചിട്ടുണ്ട്. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയത്ത് എക്സ്പ്ലോസീവ് ഉപയോഗിച്ചാൽ അതും നോയിസ് റൂളിന്റെ വയലേഷനാണ്. നോയിസ് റൂളിന്റെ വയലേഷൻ നടത്തിയാൽ കുറ്റക്കാർക്ക് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 15 പ്രകാരം 5 വർഷം തടവും 1 ലക്ഷം രൂപ ഫൈനും കിട്ടും. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ റൂളിൽ തന്നെ 8 പ്രകാരം പവർ ടു പ്രൊഹിബിറ്റ്, അതായത് ഈ പറയുന്ന സമയത്ത് എക്സ്പ്ലോസീവ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അത് ബലം ഉപയോഗിച്ച് തടയാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ പ്രദേശത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. അദ്ദേഹത്തിന് അത് തടയാൻ. നോയിസ് റൂൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. നോയിസ് റൂളുമായിട്ട് ബന്ധപ്പെട്ട് നോയിസ് റൂൾ വയലേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, രാത്രി 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ സൈലന്റ് സോണിൽ ഫയർ ക്രാക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അത് തടയാനുള്ള അധികാരം ഇത് പ്രകാരമാണ്. കൂടാതെ അദ്ദേഹം പറഞ്ഞിട്ടും അത് കേട്ടിട്ടില്ലെങ്കിൽ പബ്ലിക് ന്യൂസൻസിന് FIR ഇടാനും നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ റൂളിന്റെ വയലേഷന് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയായ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനോ SP-ക്കോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ കംപ്ലൈന്റ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യമായ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിനും കേസ് എടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി നോയിസ് റൂൾ പരിപാലിക്കാൻ അധികാരപ്പെട്ട 111/2002 പ്രകാരമുള്ള ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ചെയ്യേണ്ടത് രാത്രി നിർവചനത്തിൽപ്പെടുന്ന രാത്രി 10 മണിക്ക് ശേഷമോ സൈലന്റ് സോണിലോ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചു എന്നതിന് ആവശ്യമായ തെളിവ് ശേഖരിച്ച് ഡീറ്റെയിൽസ് സഹിതം കുറ്റക്കാരുടെ വിവരങ്ങൾ സഹിതം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കംപ്ലൈന്റ് റിപ്പോർട്ട് സമർപ്പിക്കണം. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഒരു ആരാധനാലയങ്ങൾക്കും രാത്രി 10 മണിക്ക് ശേഷമോ സൈലന്റ് സോൺ എന്ന നിലയിലോ 100 മീറ്റർ ചുറ്റളവിൽ എക്സ്പ്ലോസീവ് ഉപയോഗിക്കാൻ സാധ്യമല്ല. അതുപോലെ എക്സ്പ്ലോസീവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാം. എക്സ്പ്ലോസീവ് ഉപയോഗിക്കുന്ന സ്ഥലപരിധിക്ക് പുറത്തേക്ക് ആ പ്രദേശത്തെ അനുവദനീയമായ ശബ്ദപരിധിക്ക് കൂടുതൽ ശബ്ദം പ്രയോഗിക്കാൻ പാടില്ല. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഒരു 10 സെന്റ്
സ്ഥലമുള്ള ഒരു പ്രദേശത്തെ ആരാധനാലയത്തിലോ ഏതെങ്കിലും ഒരിടത്തോ ആണ് എക്സ്പ്ലോസീവ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ബൗണ്ടറിക്ക് പുറത്തേക്ക് അവിടെ അനുവദനീയമായ ശബ്ദ പരിധി, അതായത് റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ അവിടെ പരമാവധി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ശബ്ദം 55 ഡെസിബിളാണ്. പ്ലസ് 10 ക്രൈം ആവാതിരിക്കുന്നതിനുള്ള ലിമിറ്റ്. 65 ഡെസിബിളിൽ കൂടുതൽ ശബ്ദം എക്സീഡ് ചെയ്താൽ, ബൗണ്ടറിക്ക് പുറത്ത് എക്സീഡ് ചെയ്താൽ ഉറപ്പായും അത് നോയ്സ് റൂളിന്റെ വയലേഷൻ ആയിട്ട് വരും. എക്സ്പ്ലോസീവ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആരാധനാലയം അല്ലെങ്കിൽ വേറൊരു വ്യക്തി എക്സ്പ്ലോസീവ് ഉപയോഗിച്ചാൽ അവരവരുടെ ബൗണ്ടറിക്ക് പുറത്തേക്ക് ആ പ്രദേശത്തെ ആംബിയൻ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡിനേക്കാൾ 10 ഡെസിബിളിൽ കൂടുതൽ ശബ്ദം പുറത്തേക്ക് പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പോഴും അവിടെ ശബ്ദം കുറഞ്ഞ ക്രാക്കറുകൾ ഉപയോഗിക്കേണ്ടി വരും. 2020 നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഉത്തരവ്, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുകളും പ്രകാരം ഗ്രീൻ ക്രാക്കർ വിഭാഗത്തിൽപ്പെടുന്ന ശബ്ദം തീരെ കുറവുള്ള എക്സ്പ്ലോസീവ് മാത്രമേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ആ ക്രാക്കർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറമ്പിന് പുറത്തേക്ക് വരുന്ന ശബ്ദത്തിന് നിയന്ത്രണം ഉണ്ടാകും. ഇനി ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, പറഞ്ഞു തുടങ്ങിയ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു ഉത്തരവ് കയ്യിൽ കിട്ടിയിരുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അയച്ചു കൊടുത്ത ഒരു കത്തില് OA നമ്പർ 519/2016, 496/2018, 196/2018 എന്നീ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവുകളുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിന് കൈമാറിയ ഒരു കത്ത്. നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ റൂളുമായി ബന്ധപ്പെട്ട് പരിഷ്കരിച്ച ശിക്ഷകളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് നിലവിൽ കേസെടുത്ത നടപടികൾക്ക് കാലതാമസം വരുന്നതിനാൽ ഉടൻ കുറ്റക്കാരിൽ നിന്നും ശിക്ഷ നടപടികൾ സ്വീകരിക്കാനും ഉപകരണങ്ങൾ കണ്ടുകെട്ടാനും ഒക്കെ ആയിട്ട് പറയുന്നതാണ്. ഇതിലെ ഇപ്പോൾ പറഞ്ഞ എക്സ്പ്ലോസീവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം 5A, അതായത് നേരത്തെ പറഞ്ഞ നമുക്ക് സൈലന്റ് സോണിലോ രാത്രി നിർവചനത്തിൽപ്പെടുന്ന സമയത്തോ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചാൽ 6(4) എന്ന് പറയുന്നത് സെയിം തന്നെയാണ് ഈ പറഞ്ഞ വയലേഷൻ നടന്നാൽ ഉണ്ടാകാവുന്ന ശിക്ഷ എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിൽ പൊട്ടിച്ചാൽ ഉടൻ 1000 രൂപ ഫൈനും, സൈലന്റ് സോണിൽ പൊട്ടിച്ചാൽ 3000 രൂപ ഫൈനുമാണ് പരിഷ്കരിച്ച ശിക്ഷ. അതിൽ തന്നെ റിലീജിയസ് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് റെസിഡൻഷ്യൽ ഏരിയയിൽ പൊട്ടിച്ചാൽ 10,000 രൂപയും, സൈലന്റ് സോണിൽ പൊട്ടിച്ചാൽ 20,000 രൂപയുമാണ് ഓൺ ദി സ്പോട്ട് ഫൈനായിട്ട് ഈടാക്കുന്നത്. 2 തവണയിൽ കൂടുതൽ കുറ്റകൃത്യം ആവർത്തിച്ചാൽ പ്രിമിസസ് സീൽ ചെയ്യണമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സീലിംഗ് ദ പ്രിമിസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ ദീപാവലി, ഗുരു പൂർണിമ, ന്യൂ ഇയർ തുടങ്ങിയ സമയത്ത് ചെറിയ എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ഗ്രീൻ ക്രാക്കറുകൾ മാത്രമേ പൊട്ടിക്കാൻ അനുവാദമുള്ളൂ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലോസീവ് ഉപയോഗിക്കപ്പെടുന്നത് നിയമവിരുദ്ധമാണോ എന്ന് സ്വയം പരിശോധിച്ചു നോക്കും. നിങ്ങളുടെ സമീപത്ത് നോയ്സ് റൂൾ വയലേറ്റ് ചെയ്തുകൊണ്ട് എക്സ്പ്ലോസീവ് ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അതിന്റെ തെളിവ് സഹിതമുള്ള പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കാം. നന്ദി.